അവർ വോട്ടവകാശം പോലും ഇല്ലാത്ത പിള്ളേരാണ്. 18 വയസ്സും 3 വയസ്സേ ആയുള്ളൂ. ഏത് പാർട്ടിയാണെന്ന് പോലും അവർക്കറിയത്തില്ല. അവരെയാണ് ഭീകര സംഘടനയും ഭീകരപ്രവർത്തകരും മയക്കുമരുന്ന് അടിമയായെന്ന് പറഞ്ഞത്. 18 വയസ്സുള്ള കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് പാലാ DYSP ഓഫീസിൽ കൊണ്ടുപോയിട്ട് രാത്രി 10 മണിക്ക് മുമ്പായിട്ട് അവർ മെഡിക്കൽ എടുക്കുക ചെയ്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി. 21 കുഞ്ഞുങ്ങളെയും ടെസ്റ്റ് നടത്തിയിട്ട് 25 കുഞ്ഞുങ്ങൾക്കും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. പഠന നിലവാരത്തിലാണെങ്കിൽ ഉന്നത നിലവാരം പുലർത്തുന്ന പിള്ളേരാണ്. പ്രിൻസിപ്പളിൻ്റെ വാട്സപ്പ് സന്ദേശം വരെ ഉണ്ട്, ക്ലിപ്പിലുണ്ട്. പ്രിൻസിപ്പളും കോൺടാക്ട് സർട്ടിഫിക്കറ്റ് 90% മേളിൽ മാർക്ക് മേടിക്കേണ്ട കുഞ്ഞുങ്ങളാണ്. അവർ പഠിച്ചു വളർന്ന് ഈ നല്ലൊരു ഭാവിയിൽ വളർന്നു വരേണ്ട പിള്ളേരാണ്. അവർ IAS നേരത്തെ പ്രസംഗം പറഞ്ഞ പോലെ നമ്മുടെ എൻ്റെ അടുത്ത സുഹൃത്ത് പറഞ്ഞ പോലെ കലക്ടറോ മന്ത്രിയോ എന്തെങ്കിലും ഏറ്റവും നല്ല ഉയർന്ന നിലയിലെത്തേണ്ട സ്റ്റുഡൻസാണ്. അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുക എന്തോ വലിയ ജീവപര്യന്തം കുറ്റം കൃത്യം ചെയ്യുന്ന പോലെ കൊലക്കുറ്റമോ അല്ലെങ്കിൽ വല്ല ബലാത്സംഗ കേസോ വലിയ കൊലപാതകങ്ങളോ കേരള ഭയങ്കരമായ അതിഭീകരമായ രാജ്യദ്രോഹ കുറ്റം അത് IB വരെ അന്വേഷിക്കണം, ഇൻ്റലിജൻസ് അന്വേഷിക്കണം എന്നൊക്കെയാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ നിരപരാധിയാണെന്ന് അവരുടെ സംഭവങ്ങളിലെല്ലാം മനസ്സിലാകുന്നതാണ്. അച്ഛന്മാർക്കും ഈ സർവകക്ഷി സമ്മേളനത്തിൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞ് ഞങ്ങളോട് അവർ പറയുകയും ചെയ്തു, ഇന്നപോലെ ഈ കേസ് ഉൾപ്പെടുത്താനുള്ളതല്ല, ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, പിറയിൽ നിന്നുള്ള നീക്കമാണെന്ന് പറഞ്ഞാൽ ഇതിനുള്ള ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ 307 എന്ന കേസ് രജിസ്റ്റർ ചെയ്യാൻ ഇതിന് പ്രേരകമായ ചാലശക്തി ആരാണെന്നാണ്. കുഞ്ഞുങ്ങളുടെ അടുത്ത ലക്ഷ്യം ഈ +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് വിദേശ പഠനം, ഇപ്പം ഏത് കോഴ്സായാലും പഠനം പൂർത്തീകരിക്കണമെങ്കിൽ വിദേശ രാജ്യങ്ങളിലാണ് പോകേണ്ടിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലുള്ള പഠനം, പാസ്പോർട്ട് സംബന്ധമായ പ്രശ്നങ്ങളുടെ കേസ് 307 നിലനിൽക്കുമ്പോൾ 7 വർഷം വരെ തടവ് ശിക്ഷ വരെ വിധിക്കാമെന്നാണ് എൻ്റെ ഒരു അറിവ്. നിലവിൽ നിസ്സാരമായ കേസിനെ തൃണവൽക്കരിച്ച് രാഷ്ട്രീയവൽക്കരിച്ച് ഒരു പക്ഷാപാതപരമായി തീരുമാനമെടുത്തതിൻ്റെ പേരിലാണ് ഈ 307 നിലവിൽ ഉൾക്കൊള്ളിച്ചത്. ഞങ്ങൾ സർവകക്ഷി യോഗത്തിൽ പള്ളിയുമായി സംബന്ധിച്ച 3 അച്ഛന്മാരും ഇടവകയിലെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റ്, കലക്ടർ, DYSP, മന്ത്രി, MLA, MP ഒക്കെ പങ്കെടുത്തിരുന്നു. അവരുടെ മുമ്പിലും ഞങ്ങളുടെ മുമ്പിലും സർവകക്ഷി യോഗത്തിൽ അച്ഛന്മാരെ പ്രതിനിധീകരിച്ച് വന്ന ക്രിസ്ത്യൻ സഭയെ പ്രതിനിധീകരിച്ച് വന്ന അച്ഛന്മാർ ഞങ്ങളോട് പറഞ്ഞത് 100% ഞങ്ങൾ ഈ സംഭവം അറിയാൻ ഞങ്ങൾക്ക് ഈ സംഭവം ഇത്രയേ ഉള്ളൂ എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഞങ്ങളൊരു പെറ്റീഷൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. 307 എന്ന വകുപ്പ് ഞങ്ങൾ ഇടാനോ പോലീസ് ഇത്രയും ശക്തമായ രീതിയിലുള്ള ഒരു കേസ് നോട്ട് ചെയ്യാനോ അങ്ങനെയുള്ള വേറെ വർഗീയമായ രീതിയിലുള്ള ഒരു പക്ഷം ചേർന്നുള്ള ഒരു ലഹളയ്ക്കോ അതിനുള്ള ഞങ്ങൾ ഒന്നും ആഹ്വാനം ചെയ്തിരുന്നില്ല. ഞങ്ങൾ ഈ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളൊരു കേസ് മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. ഈ വകുപ്പ് ചാർത്താൻ അവർ അവകാശപ്പെട്ടിരുന്നില്ല.